ഫിസുമോളെ, കുറെ ആളുകൾക്ക് പരാതി ഉണ്ടടാ. എന്താണെന്നറിയോ, ഈ കുഞ്ഞുങ്ങളൊന്നും വാപ്പി വിളിച്ചാൽ വിളി കേൾക്കണില്ല എന്നാണ്. ഫിസുമോള് വിളി കേൾക്കോ? പിന്നെ എന്തായിരിക്കും കുഞ്ഞുങ്ങൾ വിളി കേൾക്കാത്തതിൻ്റെ കാരണം? ഈ വിഷയത്തിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ? ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അന്ന് ഫിസുമോക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു 3 or 4 years അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? എന്ത് രസമല്ലേ അല്ലാൻ്റെ ഭൂമി ഇങ്ങനെ കാണാൻ. മാഷാ അല്ലാ. ഫിസുമോളെ, ഫിസുമോളെ, ഫിസു, ഫിസു കണ്ടില്ലേ? പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുമ്പോഴേ അവർ നമുക്ക് മറുപടി തരില്ല. നമ്മൾ 2-3 തവണ, ഒരു തവണയൊക്കെ ഒന്ന് ഒച്ച എടുത്ത് വിളിച്ചാലാണ് നമ്മുടെ മക്കൾ നമുക്ക് മറുപടി തരുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു വിഷമം പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സങ്കടത്തിന് എന്താണ് ഉസ്താദ് പരിഹാരം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണം ഇതാണ്. എന്താ ഫിസു? കണ്ടില്ലേ? പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയല്ലേ മറുപടി കൊടുക്കാറ്? 1-ാം തവണയും 2-3 ഒക്കെ വിളിച്ചിട്ട് നമ്മൾ വിളി കേട്ടിട്ടില്ല. പുള്ള ഒന്ന് ഒച്ച എടുത്ത് വിളിച്ചപ്പോഴാണ് അബ്ബയെ വിളിക്കുന്ന സമയത്ത് മോളേന്ന് ഉറക്കെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നമ്മൾ വിളിക്കുന്നത്, നമ്മളതിന് മറുപടി കൊടുക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫോണിൽ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരോട് വിശേഷങ്ങൾ പറയുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുള്ള വന്നിട്ട് വാപ്പി അല്ലെങ്കിൽ അബ്ബ അല്ലെങ്കിൽ ഉമ്മി എന്നൊക്കെ വിളിക്കുന്നത്. 2-3 പ്രാവശ്യം നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിച്ച് വലിക്കും. എന്നിട്ടോ ആ ഒരു 3-4 തവണ കഴിയുമ്പോഴേക്ക് ദേഷ്യപ്പെട്ടിട്ട് എന്താ മോളെ, മനുഷ്യനൊരു കാര്യം ചെയ്യണ കണ്ടില്ലേ, വാപ്പി ഫോൺ ചെയ്യണ കണ്ടില്ലേ? ഇങ്ങനെയുള്ള മറുപടികളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുമ്പോൾ 1-ാം തവണ വിളിച്ചാൽ അവർ കേൾക്കില്ല, 2ാമത് വിളിച്ചാൽ കേൾക്കില്ല, 3ാമത് വിളിച്ചാലും കേൾക്കില്ല. പിന്നെ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളിങ്ങനെ അലറി വിളിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ മറുപടി തരിക. അതിൻ്റെ കാരണം നമ്മുടെ അലറൽ തന്നെയാണ്. നമ്മളെങ്ങനെയാണോ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ കുട്ടികളുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. ഈ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് വലിയ സങ്കടമുണ്ട്. ഞങ്ങൾ വിളിച്ചിട്ട് മക്കൾ മറുപടി പറയണില്ല, തിരിച്ചൊന്നും പറയണില്ല. അവളിങ്ങനെ കേൾക്കാത്ത പോലെ നിൽക്കും, ആ കളിയിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കും, ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നാണ്. നിങ്ങൾ ഇതുപോലെയല്ലേ കുട്ടികളോട് ചെയ്യാറ് ഇല്ലേ? അപ്പം ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കണമെങ്കിൽ, നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ അവരുടെ വിളിക്ക് ആദ്യം നമ്മൾ ഉത്തരം ചെയ്യണം. ഇല്ലെങ്കിൽ വലുതായി കഴിയുമ്പോൾ നമ്മൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് മോളേ 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 എന്ന് വിളിക്കുമ്പോൾ ഞാൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഉമ്മി കണ്ടില്ലേ, ഈ സമയത്ത് ഇങ്ങനെ മോളെ മോളെ മോളെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഇത്തരം സ്വഭാവ മര്യാദകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത്തരം അപമര്യാദകൾ നമ്മിലൂടെ കുട്ടികൾ പഠിക്കുകയാണ്. കാരണം അവർ ഏറ്റവും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ മക്കൾ വിളിക്കുമ്പോൾ 1-ാമത്തെ വിളിയിൽ തന്നെ എന്ത് തിരക്കാണെങ്കിലും, ഫോൺ കോൾ ആണെങ്കിലും, ആ ഫോൺ കോൾ 1 സെക്കൻഡ് കേട്ടോ, അതാ എന്താ കുഞ്ഞാ, ആദ്യം കുഞ്ഞിനോട് വർത്താനം പറയാം. ആരെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം കുഞ്ഞിനോട്, അതിൻ്റെ ഇടയിൽ എന്താ മോളെന്താണ് വിളിച്ചത്, ആദ്യം അത് ചോദിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അത് പതിവായി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വിളിക്ക് തന്നെ നമ്മുടെ മക്കൾ ഉത്തരം തരും. വന്ന വിസുമോളെ ഇല്ലേ? ഇപ്പം ഇത് ഞങ്ങളൊരു എക്സസൈസ് കാണിച്ചാണ് കേട്ടോ. അബ്ബയുടെ ബേബിയാണ്. അബ്ബ കുഞ്ഞ് വിളിച്ച് ആദ്യം തന്നെ ഉത്തരം പറയൂലേ? ആ, എന്താ കാരണം? വാപ്പിയുടെ മോള് വിളിക്കുമ്പോൾ തന്നെ വാപ്പി എന്ത് കുഞ്ഞാവെന്ന് ചോദിക്കൂലേ? കറിയുടെ ഉള്ളി ചോദിക്കൂലേ? ആ, ചോദിക്കും. അപ്പൊ എല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണ് പറഞ്ഞേ. അള്ളാഹു നല്ല സ്വാലിഹ്യങ്ങളാക്കട്ടെ. മാഷാ അല്ലാ. അപ്പൊ ഒരു സലാം പറഞ്ഞ എല്ലാവർക്കും. ഫിസുമോള് വീഡിയോ ഉണ്ടോടാ? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ട ഓർമ്മയില്ലേ? കുഞ്ഞിന് ഓർമ്മയില്ലേ നമ്മൾ ചെയ്തത്? നമ്മൾ ഏതൊരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി നട്ടത് എടുത്തത് അല്ലേ? ഓർക്കണ്ട? അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ വിളി കേൾക്കണം അല്ലേ? ഇപ്പോൾ വാപ്പി ഉമ്മീന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിളിക്കും, വാപ്പി 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 വാപ്പി, അല്ലെങ്കിൽ ഉമ്മി 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 ഉമ്മി, മൈൻഡ് ചെയ്യും ഉമ്മി വാപ്പിയും. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ ഫിസു 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 എന്നൊക്കെ വിളിച്ചാൽ പിള്ളേർ കേൾക്കുമോ? അപ്പം അതിൻ്റെ കാരണം എന്താ? നമ്മൾ വിളി കേൾക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വിളികൾ കേൾക്കാത്തത് അല്ലേ വിസുമോളെ? അല്ലേ? പക്ഷെ എന്ന് കരുതിയിട്ട് കുഞ്ഞുങ്ങൾ വിളി കേൾക്കാതിരിക്കാൻ പാടുണ്ടോ? അപ്പോൾ കുഞ്ഞു മക്കളോടൊക്കെ പറഞ്ഞു വാപ്പി ഉമ്മയും വിളിച്ചാൽ വിളി കേൾക്കണമെന്ന് പറഞ്ഞേ. വാപ്പി ഉമ്മയും വിളിച്ചാൽ വിളി കേൾക്കണം. അതെന്താ കാരണം? വാപ്പി ഉമ്മയും വിളിച്ചാൽ വിളി കേട്ടില്ലെങ്കിൽ അള്ളാഹ് നമ്മുടെ ഒരു ഇബാദത്തും സ്വീകരിക്കൂല. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും, നമ്മൾ എന്ത് നന്മ ചെയ്താലും, നമ്മൾ നിസ്കരിച്ചാലും ദിക്ർ ചെല്ലാലും ഒന്നും ആരും സ്വീകരിക്കൂല. സ്വീകരിക്കണമെങ്കിൽ ആര് വിളിച്ചാൽ കേൾക്കണം?
വാപ്പിയമ്മയും വിളിച്ചാൽ കേൾക്കണം അല്ലേ? എങ്ങനെയാ വിളി കേൾക്കേണ്ടത്? ഫിസു എന്താ ഉമ്മി അങ്ങനെയാണ് കേൾക്കേണ്ടത്. പിന്നെ എങ്ങനെ? എന്താ ഉമ്മി എങ്ങനെ? എന്താ അബ്ബ? അങ്ങനെയാണ് നല്ല കുട്ടികൾ. അവർ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇത് കാണുന്ന ഫിസുമോക്കയുടെ ഫ്രണ്ട്സ് എല്ലാവരും ബാപ്പീനും ഉമ്മീനും നല്ല കുട്ടികളായിട്ട് വിളിയിട്ട് അനുസരിക്കണം കേട്ടോ. അനുസരിക്കൂലേ? ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം. ഫിസുമോള് പറയണത് പോലെ ബാപ്പിയമ്മയും വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വിളിയിൽ തന്നെ എന്ത് ചെയ്യണം? വിളി കേൾക്കണം. അപ്പം നല്ല കുട്ടികളാവും അല്ലേ? അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.